വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും പോയി. നല്ല മണം വരുന്നുണ്ടല്ലേ? ചൂടാക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ആക്കും. അടിപൊളി, സൂപ്പർ. അപ്പം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എന്താണെന്ന് ചോദിച്ചു നോക്കാം ഇവരുണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, പറയൂ. വെണ്ടയ്ക്ക തൈര് കറി. വെണ്ടയ്ക്ക തൈര് കറി അല്ലേ? ഓക്കെ, വെണ്ടയ്ക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. ഇൻഗ്രീഡിയൻസ് ആരാണ് പറയുന്നത്? ഓക്കെ, 2 കപ്പ് തൈര് അല്ലേ? ഓക്കെ, 2 കപ്പ് തൈര്, ഒരു 15 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ഓക്കെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് നമ്മൾ ഉപ്പ് ചേർക്കാം. ഉപ്പ് ആഡ് ചെയ്യും. കറിവേപ്പില ഒരു 4 തണ്ടുണ്ട്. ഓക്കെ, പിന്നെ 2 പച്ചമുളക്, വലിയ പച്ചമുളക് ഉണ്ട്. ഇത് ഇഞ്ചി ഒരു കഷ്ണം, ഇഞ്ചി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 6 വെളുത്തുള്ളി അല്ലേ? ഓക്കെ, വെളിച്ചെണ്ണ ഉണ്ട്. പിന്നെ മെയിൻ സാധനം വെണ്ടയ്ക്ക. ഓക്കെ, അപ്പം ഇൻഗ്രീഡിയൻസ് അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം വെണ്ടയ്ക്ക കട്ട് ചെയ്യാൻ പോവാ. വെണ്ടയ്ക്ക അമ്മ അരിയുന്നത് സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ. ഡയമണ്ട് ഷേപ്പില് അരിയും. നോക്കട്ടെ, ഇതാണ് ഡയമണ്ട്. ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയായാലും കട്ട് ചെയ്താൽ മതി, ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് അറ്റവും വാലും കട്ട് ചെയ്തതിന് ശേഷം ചെരിച്ചിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനാണ് ഡയമണ്ട് ഷേപ്പ് എന്ന് പറയാം. അപ്പോൾ അത് കട്ട് ചെയ്യട്ടെ, ഞാൻ കാണിച്ചു തരാം. വെണ്ടയ്ക്ക നമ്മൾ ഡയമണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ, ഇത് എത്ര വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു? നമ്മൾ ഓക്കെ, ഒരു 15 വെണ്ടയ്ക്ക ഉണ്ടാവും കേട്ടോ മാക്സിമം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഞങ്ങൾ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അമ്മ അങ്ങനെ കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ പരിപാടി? ചെറിയ ഉള്ളി. ഓക്കെ, ചെറിയ ഉള്ളിനെ 4 പീസാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പരിപാടിയൊക്കെ തീരട്ടെ. ഇങ്ങനെ എന്താ പറയുക, ഇനി മുളക് കട്ട് ചെയ്യാനുണ്ട് അല്ലേ? ഓക്കെ, ഇഞ്ചി ചെറുതായിട്ട് അരിയാനുണ്ടാവും. മറക്കട്ടെ, ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട്. നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുന്നു. ഇനി മുളക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇത് തന്നെ സെയിം ഷേപ്പ് തന്നെ. ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതാക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ചെറിയ പീസാക്കും. ഇതെല്ലാം കൂടി പീസാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിതാ വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിലേക്ക് തട്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് കുഴയ്ക്കും കൈ കൊണ്ട്. ആണല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്തിട്ട്, ഓക്കെ, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, കുറച്ച് ഉപ്പിടും, ഉപ്പ് ഇട്ടു. ഇത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണോ കുറച്ചു നേരം? ആണോ? ആണോ? ബെസ്റ്റ് കറിയാണ്. കൊള്ളാം. നമ്മൾ കുറേ 15 കറികളെക്കാൾ ഒറ്റ കറി ഉണ്ടെങ്കിൽ അത് ശരി. ഓക്കെ, അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വെണ്ടയ്ക്കേനെ മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റൗ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പരിപാടി കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇനി വെളിച്ചെണ്ണ ആഡ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ എന്താ വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ അല്ലേ? ഒരു ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഒഴിക്കുന്നു. ഓക്കെ, ഒരു അപ്രോക്സ് ആണ്. ഓക്കെ, അത് കറക്റ്റാണ്. ഇനി നമ്മളെന്താ വെണ്ടയ്ക്ക വറക്കാൻ പോവാം. ഇതിൽ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ഓക്കെ, വഴറ്റി മാറ്റിയതിന് ശേഷം അത്യാവശ്യം വേവ് വരണം. വേവാണെങ്കിൽ നമ്മൾ 1 മിനിറ്റ് വെള്ളം എണ്ണ ചൂടായതിനു ശേഷം ഇവനെ വഴറ്റുന്നു. ജസ്റ്റ് 1 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ, ഇതിപ്പോ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ടാണോ ഹൈ ഫ്ലെയിം വെച്ച് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇവനെ ഫ്രൈ ചെയ്യുന്നത്. ഓക്കെ, ഫ്രൈ ചെയ്തതിനു ശേഷം നമ്മൾ എഗെയിൻ ഒന്നും കൂടി 1 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് ശരിക്കും ആവി കയറ്റിയിട്ട് അവനെ റെഡിയാക്കിയ ശേഷം ഈ എന്താ പറയാ വെണ്ടയ്ക്ക് നമ്മൾ മാറ്റും. ഓക്കെ, എന്നിട്ട് ആ എണ്ണയിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ജീരകം,
കടുക് ആഡ് ചെയ്യും അല്ലേ? കടുക് ആഡ് ചെയ്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ബാക്കി പ്രോസസ്സ് കാണിച്ചു തരാം. ഓക്കെ, എണ്ണ ചൂടാവട്ടെ. ഇതിപ്പോൾ 2 മിനിറ്റ് ഓൾമോസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തു ആണല്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം 1 മിനിറ്റ് പിന്നെ അടച്ച് വെച്ചിട്ട് ഓക്കെ, അപ്പോൾ 2 മിനിറ്റാ? 2 മിനിറ്റാണ് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്ത്. ഇനി 1 മിനിറ്റ് പിന്നെ അടച്ച് വെച്ചിട്ട്. ഓക്കെ, ലോ ഫ്ലെയിമിലാണ്? ലോ ഫ്ലെയിമിലാക്കിയിട്ടില്ല. ഓക്കെ, ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ 1 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് പൊട്ടി വരണം. ഓക്കെ, ഇത് പൊട്ടിയാൽ നമ്മൾ ജീരകം ആഡ് ചെയ്യും അല്ലേ? ജീരകം ഒന്ന് തുറന്നു വയ്ക്കും. 2 മിനിറ്റ് ആയി. 2 മിനിറ്റ് ആയി അല്ലേ? ഓക്കെ, വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മളിത് ഇനി പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണേ. ഓക്കെ, പാത്രത്തിലേക്ക് മാറ്റി. ഇനി എന്താ പരിപാടി? ഇനി അടുത്തത് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിക്കും. ആണോ? 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ആദ്യം നമ്മൾ ജീരകവും കടുകും പൊട്ടിക്കുന്നു. ഓക്കെ, 1 ടേബിൾ സ്പൂൺ ചൂട് വെച്ചു. ഓക്കെ, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ജീരകവും കടുകും പൊട്ടിക്കാനുള്ള പരിപാടിയാണ്, കാണിച്ചു തരാം. ഓക്കെ, നമ്മളുടെ 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്യുന്നുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഓക്കെ, നമ്മൾ ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി ഇതൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അടുത്ത പ്രോസസ്സ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും പോയി ഈ മൂന്നിനൊന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്യും അല്ലേ? ഓക്കെ, നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യാൻ പോവാണ്. കറിവേപ്പില ആഡ് ചെയ്തു. ഇനിയിപ്പം ശരത് സാർ നമ്മുടെ ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്യാനുള്ളൂ അല്ലേ? ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഓക്കെ, വഴണ്ട് വരട്ടെ. ഓക്കെ, ഇതൊന്ന് വഴട്ട് വരുമ്പോൾ നമ്മൾ ചെറിയുള്ളിയും കൂടി ആഡ് ചെയ്യും. ചെറിയുള്ളി നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ചെറിയുള്ളി ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് മൂത്ത് വരണം അല്ലേ? ഓക്കെ, മൂത്ത് വരട്ടെ, കാണിച്ചു തരാം. വലിയ ഉള്ളിയിലും ഉണ്ടാക്കട്ടോ. ആണോ? പക്ഷെ ചെറിയുള്ളി ആയിരിക്കും ടേസ്റ്റ്. ഓക്കെ, ഓക്കെ, നമ്മൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ 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 അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്ത് നമ്മൾ ഉപ്പ് കുറവാണ് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾ പാകത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യുക. കാരണം നമുക്കിനി തൈരും കൂടി ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് പുളി കുറച്ച് കൂടും. അപ്പം ഉപ്പ് കുറച്ച് കയറി തന്നെ ടേസ്റ്റ് ഉപ്പിട്ടിട്ടില്ല. ആ ഓക്കെ, കട്ടത്തൈര അല്ലേ? ഓക്കെ, ഇതൊന്ന് മൂത്ത് വരട്ടെ, കാണിച്ചു തരാം. ഉള്ളിയൊക്കെ വഴണ്ട് വന്നു അല്ലേ? ഇനി ഈ വെണ്ടയ്ക്കനെ ഇതിലേക്ക് അങ്ങോട്ട് ഇടുകയാണ്. ഇട്ടതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യും അല്ലേ? പിന്നെ ഫ്ലെയിം ഓഫ് ആക്കും. എന്നിട്ട് നമ്മൾ ആ തൈര് ഇതിലേക്ക് ഒഴിക്കും. നല്ല മണം വരുന്നുണ്ട് അല്ലേ? നല്ല ടേസ്റ്റുള്ള കറി. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള സാധനമാണ് ഇവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്. അപ്പം ഇതൊന്ന് ആയി വരട്ടെ, കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ തൈര് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ഒഴിക്കാം. ഓക്കെ, വല്ലാതെ ചൂടാക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ആക്കും. ഓക്കെ, എന്നിട്ട് പിരിഞ്ഞു പോവുകയും ഓക്കെ, ഇതോടുന്നാലും. അപ്പം നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സ് തീർന്നിട്ടുണ്ട്. ഇതൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, കുക്കിംഗ് ഇല്ല, നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ? ആ, ടേസ്റ്റ് നോക്കണം. ഓക്കെ, ടേസ്റ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ഒറ്റിച്ചാൽ മതിയേ. അടിപൊളി ആണോ? അടിപൊളി, സൂപ്പർ. നമ്മുടെ വെണ്ടയ്ക്ക തൈര് കറി റെഡിയായി. ഓക്കെ ഗായ്സ്, നമ്മുടെ വെണ്ടയ്ക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട്. ചെയ്ത് നോക്കുക.
നല്ല അടിപൊളി ടേസ്റ്റാണ്. ആണല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ കഴിക്കാറുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. സിമ്പിളാണ് പരിപാടി. ഓക്കെ, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന്. പിന്നെ ഇത് വീഡിയോ ആയതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഭംഗിയൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് വീട്ടിൽ ചെയ്യുമ്പം 5-10 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. അതെ അതെ, പരിപാടി തീർന്നു അല്ലേ? ചെറിയുള്ളി വേണമെന്നില്ല, വലിയുള്ളി ആയാലും മതി, സവാള ആയാലും മതി. അതെ, നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. പെട്ടെന്ന് നടക്കും പരിപാടി. ഓക്കെ ഓക്കെ, അപ്പോൾ രണ്ടാളും ടാറ്റ പറഞ്ഞോളൂ. ബൈ ബൈ ഗൈസ്. അപ്പോൾ ചെയ്ത് നോക്കാം.